ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസമായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോങ് വീഡിയോ ബേസിൽ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട്. അപ്പം എല്ലാവർക്കും അറിയാം, ഞാൻ ബിഗ് ബോസിൻ്റെ നമ്മുടെ ചാനലിലുള്ള എല്ലാവർക്കും അറിയാം, നമ്മൾ ബിഗ് ബോസിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കണ്ടിട്ട് ലൈവ് ചെയ്തിട്ടുണ്ടായി. എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിലെ നമുക്ക് ഒരു ഹാസ്യം ബേസിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, കാരണം അത് അത്യാവശ്യം ആൾക്കാർ കാണുന്നുണ്ട്, അതിന് റിയാക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ ഭയങ്കര സന്തോഷം തോന്നി. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചു, ബിഗ് ബോസ് കാണാറുണ്ടോ, നിങ്ങൾ ബിഗ് ബോസ് കാണുമോ എന്നൊക്കെ ചോദിച്ചു. കാണുന്ന പോലെ എളുപ്പമല്ല ആനയെ ചേന എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ചോദിച്ചു. അപ്പോൾ ഞാൻ തീരുമാനിച്ചൊരു കാര്യമുണ്ട്, ഞാൻ ബിഗ് ബോസ് കാണാറില്ല. പൊതുവെ TV പ്രോഗ്രാംസ് വളരെ കുറവാണ് കാണാറുള്ളത്. അപ്പം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോൻ്റെ എന്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യണതെന്നും കൂടെ പറയാം. ലൈഫ് ഓഫ് അനന്തു എന്ന് പറഞ്ഞിട്ട് അതായത് ബിഗ് ബോസ് റിവ്യൂ നടത്തണം, എപ്പിസോഡ് റിവ്യൂ നടത്തണ ഒരു ചാനലുണ്ട്. അപ്പോൾ അതിൽ പുള്ളി മനോഹരമായിട്ട്, വളരെ ഹാസ്യരൂപേണ മനോഹരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. അതായത് നമുക്ക് മനസ്സിൻ്റെ ഉള്ളിൽ തോന്നുന്നത് പുള്ളി അത് പുറമേ വിളിച്ച് പറഞ്ഞു കണ്ട് തന്നെ അത് ചെയ്യാറുണ്ട്. അപ്പോൾ അതാണ് സ്ഥിരം ഞാൻ കാണാറുള്ളത്. അത് കണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ട്, അതായത് അത് അത്രയ്ക്ക്, കാരണം ഒരു ദിവസം ഇല്ലാണ്ട് ഇപ്പോൾ ഞാൻ അഡിക്റ്റഡാണ്, ഡെയിലി അതെടുത്ത് വെച്ച് കാണലുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമാണ്. കാരണം ബ്യൂട്ടി ബ്ലോഗർ എന്ന് പറഞ്ഞിട്ട് അധിക്ഷേപിക്കുന്നതൊക്കെ അത് രണ്ടാമത്തെ കേസ്, അതിനുള്ളിൽ നടക്കണ ഗെയിം അത്രയും ഞാൻ കരുതുന്നുള്ളൂ. പക്ഷെങ്കിൽ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ യൂട്യൂബർ ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ, ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് ഇൻസ്പിറേഷൻ ആയതാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അവരുടെ പ്രശ്നങ്ങളിലും കാര്യങ്ങളിലുമൊക്കെ നമ്മളടക്കം ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പം വളരെ വിഷമത്തോടു കൂടി പറയാം, ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മിനിറ്റിൻ്റെ ഷോർട്സ് അല്ല ലൈഫ് എന്നുള്ളത് അവരായിട്ട് തന്നെ തെളിയിച്ച് തരികയാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എന്തിനവരുടെ ചാനൽ, ഞാൻ സബ്സ്ക്രൈബറായിരുന്നു, എന്തിനവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു എന്ന് പോലും ചിന്തിക്കുന്നൊരവസ്ഥയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. അപ്പം ഞാൻ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. കാരണം വേറെ ഒന്നുമല്ല, അതായത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഇപ്പോൾ അതായത് നമ്മുടെ കൊച്ച് എന്നുള്ള രീതിയിലാണ് നമ്മൾ അവരെ യൂട്യൂബിലായാലും അതല്ല ഇനിയിപ്പോൾ ഈ ബിഗ് ബോസിലായാലും നമ്മൾ കാണുന്നത് നമ്മുടെ കൊച്ച്, അതായത് നമ്മൾ കണ്ടിട്ടുള്ള കൊച്ച്, അവളുടെ എല്ലാ കാര്യങ്ങളും, ഇപ്പം അവളുടെ കല്യാണം മുടങ്ങിയതായാലും അതിന് ശേഷം അതിന് മുമ്പ് പാപ്പാക്ക് വയ്യാതെ വന്നതായാലും പിന്നെ കാറെടുത്തതായാലും ഒക്കെ നമ്മുടെ കൊച്ച് നേടി എന്നുള്ള ബേസിലാണ് നമ്മളെല്ലാവരും കണ്ടിരുന്നത്. അങ്ങനെ ഉള്ളിടത്ത് പെട്ടെന്ന് നമ്മൾ ആ കണ്ടതൊന്നുമല്ല, വെറും വേസ്റ്റ്. പണ്ടൊക്കെ പറയാറുണ്ട് മാണിക്ക് എവിടെ കുപ്പയിൽ കിടന്നാലും തിളങ്ങും. പക്ഷേ ഇത് കുപ്പ, അത്രയും കുപ്പയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കുപ്പ. കാരണം ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായി, ഞാൻ തട്ടമിടും, എപ്പോഴും തട്ടമിടും എന്ന് പറഞ്ഞാൽ ഞാൻ സ്പ്രേ അടിക്കാറില്ല, ഞങ്ങൾക്ക് ഹറാമാണ് സ്പ്രേ എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ടായി. ഈ ഹറാമും ഹലാലും കണ്ടുപിടിച്ചത് ആരും ആയിക്കോട്ടെ, ഇത് ഇപ്പം മതത്തെ വ്രണപ്പെടുത്താനോ മറ്റു കാര്യങ്ങൾക്കൊന്നുമല്ല, ഇവർ തന്നെ, അതായത് ഇതിൽ തന്നെ, അതായത് ആ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്, മലമൂത്ര വിസർജനത്തിന് പ്രവേശിക്കുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും എന്തുണ്ടാവണം, പാദരക്ഷകൾ ധരിക്കുക എന്ന് പറഞ്ഞ് വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് എന്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇസ്ലാം കാര്യത്തിലോ ഈമാൻ കാര്യത്തിലോ എന്തിലോ ഒന്നുമില്ല, അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, 100% ഉറപ്പാണ് അത് പറഞ്ഞിട്ടുണ്ട്. അത് അരക്കായിതയിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഒരുവിധം അറിയാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ അത്രയും കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ അവർ പറയുന്നുണ്ട്, എൻ്റെ കാല് ഇത് കണ്ടോ വെടിച്ച് കയറിയിരിക്കുന്നത്, മാനം മര്യാദയ്ക്ക് മേലനങ്ങി പണിയെടുത്ത് കഴിഞ്ഞാൽ ഈ വെടിച്ച് കയറലുണ്ടാവില്ല. നമ്മുടെയൊക്കെ നാട്ടുമ്പുറങ്ങളിൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളിക്കണ സമയത്ത് നമ്മൾ അലക്കുകല്ലുമേൽ കാല് ഉരച്ച് തേച്ച് കഴുകുമ്പം ഒരു വിണ്ടുകീറലും ഇല്ല. കാട്ടി പണിയെടുക്കുന്ന അമ്മച്ചിമാരുടെ കാലേ പോലും വിണ്ടുകീറലുണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ, ഡെഡ് സെൽസ് പെരുകിയും കണ്ടിട്ട് വിണ്ട് പൊട്ടണതാണ്. അപ്പോൾ ഇത്രയ്ക്കും കൂടി, അതായത് സ്വന്തം ശരീരം കൂടി ഹൈജീനായിട്ട് കൊണ്ട് നടക്കാത്ത ഒരു വ്യക്തിയെ ബ്യൂട്ടി വ്ളോഗർ എന്ന് വിളിക്കുന്നതിൽ ഒരുപാട് സങ്കടമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അത് വേറെ കാര്യം, അത് നമുക്കിപ്പോൾ സംസാരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഈ പുള്ളിക്കാരിക്ക്, അതായത് ഈ പ്രൊഡക്ട്സൊക്കെ റിവ്യൂ ചെയ്യാൻ കൊടുക്കൂലേ, ആ കമ്പനിക്കാരെ ഞാനിപ്പോൾ സ്തുതിക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ അവരുടെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തവരും സന്തോഷം അറിയിക്കുകയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അത് പറയണതുകൊണ്ട് എനിക്ക് യാതൊരു വിഷമവുമില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.